ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ 3 കൂടി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് GTA 5 ആദ്യത്തെ മിഷനായ കാർ റോബറിയാണ് ഗൈസ് ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മൈക്കിള് ഫസ്റ്റത്തെ GTA തുടങ്ങുമ്പോൾ ഉള്ള ഒരു മറ്റേ എന്താ പറയുക മിഷനാണ് ഗൈസ്. അപ്പോൾ നമ്മളെ മൈക്കിൾ ഒരു സൈക്രാറ്റിസ്റ്റിൻ്റെ അടുത്ത് പറയാൻ കിട്ടില്ല ഗൈസ്, എന്താ ചെയ്യുക. അപ്പോൾ സൈക്രാറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഞാൻ ഓൻ്റെ പ്രശ്നം പറയണം. മോൻ തല തെറിച്ചു പോയി, ഓളിങ്ങനെയാണ്, മൊത്തം പ്രശ്നമാണ്, മോൻ കഞ്ചാവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യുക, മൊത്തത്തിൽ പ്രശ്നമാണ്, നിങ്ങളൊന്ന് സഹായിക്കണം എന്നൊക്കെ ഓൻ്റെ വിഷമം ഇങ്ങനെ സൈക്രാറ്റിസ്റ്റ് പറയാൻ കിട്ടണില്ല ഗൈസ്. എന്തായാലും ആ സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഓനിങ്ങനെ മൊത്തം എന്താ പറയുക, വലിയ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓനൊന്നായിട്ട് ദേഷ്യം പിടിക്കുന്നു ഗൈസ്. മൈക്കിളൊന്നായിട്ട് കത്തി വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്. ഓൻ മൊത്തം വയലൻ്റ് ആണ് ഗൈസ്, എന്താ ചെയ്യുക. അപ്പോൾ ഓനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾക്കാരും ഇല്ല, ഓൻ എങ്ങനെയാണോ നമ്മളെ നോക്കണില്ല, മോനാണ് ഇങ്ങനെ തലയെറിച്ചു, കഞ്ചാവായി, മെറ്റയായി, മറിച്ചായി, തേങ്ങാണ്, മാങ്ങാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് സീനാണ് ഗൈസ്. മൈക്കിള് മൊത്തം സത്യം പറയാണ്, സെഡ് ലൈഫാണ്. സൈക്രാറ്റിസ്റ്റാണ് ആ സംഭവം ഉണ്ടല്ലോ, പറയുന്നതായിട്ടാണ്. ഇങ്ങനെ ഇവന് കേൾക്കണില്ല, ഇവനൊന്നും മനസ്സിലായില്ല. ഇവന് അവസാനം ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പോകുമ്പോൾ, പറയുന്നുണ്ട്. അങ്ങനെ ഓന് പോവാൻ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓൻ അവസാനം വാതിൽ തുറന്ന് പോവാണ് ഗൈസ്. അപ്പം ഇനി നമ്മളെ ഈ സിറ്റി കാണിക്കുകയാണ് ഗൈസ്. നമ്മൾ ആദ്യത്തെ മിഷനാണല്ലോ, അപ്പോൾ സിറ്റിയൊക്കെ കാണിക്കാനാണ്. അപ്പോൾ നമ്മളിങ്ങനെ സിറ്റി കാണിച്ചിരിക്കുകയാണ്. അപ്പം സിറ്റിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബീച്ച്, ഒരു സീഷോറിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കുറേ ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നതും അതുകൊണ്ട് എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മളെ യന്ത്രുനാലയൊക്കെ കാണിച്ചിരിക്കുന്നത് ഗൈസ്. അതുകൊണ്ട് യന്ത്രുനാലേൻ്റെ വ്ളോഗ് ഉണ്ട്, അത് മുകളിൽ ഐക്കാർഡിലോ എൻ്റെ സ്ക്രീനിലോ, അതുകൊണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുക. നിങ്ങൾ അത് കണ്ടില്ല എന്തായാലും പോയി കാണുക. പറഞ്ഞ സൂപ്പർ വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് യന്ത്രുനാലെ കയറിയ വീഡിയോ ഒക്കെ ആണ്, നിങ്ങളെല്ലാവരും എന്തായാലും കാണുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ മൈക്കിള് നിരാശനായി സെഡ് ലൈഫായിട്ട് ഇങ്ങനെ നടന്നു പോവാണ് ഗൈസ്. എന്താ ചെയ്യുക, ജീവിതം മൊത്തം കോനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരുണ്ട്, അടിച്ച് പൂസായവൻ്റെ വയ്യൊക്കെ ഇങ്ങനെ നടക്കണം. ഓനൊക്കെ ഇങ്ങനെ വിളിച്ചാൽ വന്ന് എഴുത്തെടുക്കും. ആ ഒരു അവസ്ഥയിൽ അവൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ അവൻ്റെ കയ്യൊക്കെ ഒരു പോലീസുകാരനും നടക്കേണ്ട, ഒരു കോൺസ്റ്റബിളും. ഗൈസ്, നമ്മളെ മൈക്കിള് സെഡ് ലൈഫാണ്, എന്താ ചെയ്യുക. എങ്കാനവും ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളെ ബേക്ക് കൂടി നമ്മളെ ഫ്രാങ്ക്ലിനും പോകുന്നുണ്ട്, അവൻ്റെ ചങ്കായ ലാൻഡ്മാർക്ക് പറഞ്ഞ ഫ്രണ്ടും പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളോട് ചോദിച്ചു, മൈക്കിളിനോട് ചോദിച്ച്, അല്ലെങ്കിൽ ഒരു സ്ഥലം പറഞ്ഞു. അപ്പോൾ അറിയില്ലാന്ന് മൈക്കിൾ ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞ് അത് ഇല്ല, നേരെ പോയിട്ട് വലത്തോട്ട് പോയിട്ട് നമ്മളെ എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് പറഞ്ഞു. അപ്പോൾ ടാങ്ക്സും പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ ഫ്രാങ്ക്ലിനും ലാൻഡ്മാർക്കും എന്തോ ഒക്കെ പറയുന്നുണ്ട്. സംഭവം വലിയ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ, കാറ് റോബ് ചെയ്യാനാണ് ഗീസ് പോകുന്നത്. അതായത് കാർ മോഷ്ടിക്കാനാണ് വലിയ പോകുന്നത്. മറ്റേ നമ്മളെ ആദ്യം GTA ഒരു വീഡിയോ ഇട്ടില്ലേനോ, നമ്മളെ മൈക്കിളിൻ്റെ കാറ്, മോന് വാങ്ങിക്കൊടുത്ത കാറ് മോഷ്ടിച്ച് അതിൻ്റെ മുന്നത്തെ ഉള്ള ഫസ്റ്റത്തെ മിഷനാട്ടോ അത്. ഇവിടെ നിന്നാണ് ശരിക്കും ആ കഥ തുടങ്ങുന്നത്. അത് 2ാം പാർട്ട്, ഇത് 1ാം പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, മുകളിൽ ഐക്കാർഡിലും കൊടുത്തേക്കാം, എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം ഗൈസ്. എന്തായാലും നിങ്ങളാവും കാണുക ഗൈസ്. അപ്പോൾ നമ്മൾക്ക് പൊളിക്കുക ഗൈസ്. നമ്മൾക്ക് അതിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ പുരയിൽ നല്ല കിടിലൻ കാറുണ്ട് എന്നാണ് മൈക്കിള് ഫ്രാങ്ക്ലിൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഗൈസ് വിലയല്ല, ഇപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിനെ അയക്കുകയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിനായി. അപ്പോൾ നമ്മൾ പോയി ആ കാറ് എന്താ പറയുക എടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ കാർ എടുത്തിരിക്കുകയാണ്. നമുക്ക് റെഡ് കാർ മതി ഗൈസ്, ഓഡിയോനും എടുത്തോട്ടെ. രണ്ടും കൺവേർട്ടബിൾ കാറാണ് ഗൈസ്. റൂഫൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതുപോലെ ഗൈസ് പോലീസ് കേസാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ റൂഫൊക്കെ ഒന്ന് പൊക്കി കുറച്ച് കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച്. ഭയങ്കര ചൂടല്ലേ ഉള്ളിൽ, AC ഇട്ടാൽ മതി, പെട്രോളില്ലേ, കുറവായിരിക്കും. അപ്പം നമുക്ക് കാറെടുത്ത് അങ്ങനെ പോവാം ഗൈസ്. അതിന് ഗൈസ് ഒരു 1.5 പോക്ക് പോകണം ഗൈസ്. പോലീസ് കേസ് ആകുന്നതിൻ്റെ മുമ്പ് ഈ ഏരിയ തന്നെ നമുക്ക് പോകുന്ന ഗൈസ്, അല്ലെങ്കിൽ പോലീസ് കേസ് ആവും. ഈ ഏരിയൻ്റെ ഈ ഒരു സർക്കിൾ, അതായത് ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം തന്നെ പോലീസ് കേസ് ആവും ഗൈസ്. അപ്പോൾ പറത്തിച്ച് വിടുകയാണ്. അപ്പം തട്ടി പോട്ടെ ഗൈസ്. പോലീസ് കേസ് ആകുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തണം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് വണ്ടി ജമ്പ് ചെയ്യാണ്ട് നിന്നാൽ മതി.
പിന്നെ വണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് റോബർ ചെയ്ത് വെറുതെ ഇപ്പം ഗൈസ്. അപ്പോൾ നമ്മൾ പറത്തിച്ച് വിടാണ്. ഒരു 1.5 പറത്തിക്കലാണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടുന്ന്. നമ്മൾ മുന്നിൽ നമ്മളെ ലാൻഡ്മാർക്കും ഉണ്ട്, ബേക്കിൽ നമ്മളും ഉണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ പറത്തിച്ച് വിടുകയാണ് ഗൈസ്. പോലീസ് ഈ ഏരിയയിൽ തന്നെ നമുക്ക് പോകണം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇതിൻ്റെ അടുക്കുണ്ട് മൊയിലാളി വിളിക്കുന്നു. വേം ബലിയാടോ, നിങ്ങൾ എവിടെ പോയി കടുക്കാടോ, എന്ത് ചെയ്യാടോ, നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നത്, വേം ബലി അല്ലെ പോലീസ് കേസ് ആവില്ലേ, പണിയാവില്ലേ, അങ്ങനെയല്ലേ സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ച് പറയും. എന്തൊക്കെ പറയും കേസ്. നമ്മളായിട്ടാണ് ഡ്രൈവ് എടുക്കുന്നതിനെടുക്ക് മൊബൈലെടുത്താണ് പോകുന്നത്. കാണണം മറ്റേ നമ്മളെ ഈ ടോൾ പാസ്സൊക്കെ ഉണ്ടാവില്ല, ഒക്കെ തട്ടി മാറ്റിയൊക്കെയാണ് കേസ് പോകുന്നത്. പറത്തിച്ച് വിടാൻ കയ്യുന്നത്ര സ്പീഡിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പം നമ്മൾ പറത്തിച്ച് വിടാണ്. മൊയിലാളിയിട്ടാണ് ഇങ്ങനെ മൊയിലാളിക്ക് പ്രഷർ കയറിപ്പോൾ ഷുഗർ വരും കേസ്. അതാണ് അവസ്ഥ. നമ്മളായിട്ടാണ് അടിയും ഇനിയിപ്പോൾ കുറച്ച് തട്ടലും മുട്ടലും അല്ലാണ്ട് പറത്തിച്ച് പോകണം, അല്ലെങ്കിൽ വണ്ടി അടത്തിച്ച് കാര്യം ഉണ്ടാവില്ല കേസ്. നമ്മൾ പറത്തിച്ച് വിടുകയാണ് കേസ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മാപ്പ് അനുസരിച്ച് നല്ല കേസ് പോകുന്നത്. നമ്മൾ ഒരു ഷോർട്ട് വൈക്കൂടി കയറുകയാണ്. കണ്ടത്തൂടിയും എന്താ പറയുക എല്ലായിടത്തൂടി ഏലെങ്ങനെയൊക്കെ വണ്ടി പോവുക, അതിലെങ്ങനെയൊക്കെ നമ്മൾ പറത്തിച്ച് വിടാണ്. നമുക്ക് വേഗം എത്താൻ വേണ്ടിയിട്ട് എല്ലാ ഷോർട്ട് വൈക്കൂടി നമ്മൾ പറന്ന് പോവാണ് കേസ്. കണ്ടില്ല ഇവിടെ നിന്ന് ഒരു ചാട്ടം കേസ്. ഏതായാലും മുതലേ സാധനം മുന്നിലേക്ക് ക്യാമറ ആക്കണമെങ്കിൽ മുന്നിലുള്ള ആ ഒരു ഷോട്ട് കിട്ടിയാൽ പൊളിക്കാനും എന്താക്കാനാ. നമ്മളിപ്പോൾ വിടുകയാണ്. നമ്മളിപ്പോൾ കളിച്ച് നിൽക്കാൻ ടൈമില്ല ഗൈസ്. സീരിയസ് മാറ്ററാണിത് ഗൈസ്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പോയി ഇനി നമുക്ക് എന്താ പറയുക ഗാരേജിൽ എത്തിയിട്ട് അതാ ഷോറൂമിൽ എത്തിയിട്ട് നോക്കിയാൽ മതി. ഇതിൻ്റെ മുന്നിൽ ബന്ധമുണ്ട് പ്ലാനായി കടുക്കുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഷോറൂമിൻ്റെ അടുത്തെത്താൻ അയക്കുന്നത്. നമ്മളിപ്പോൾ പറത്തിച്ച് വിടാൻ മൊയിലാളിയിട്ടാണ് പ്രഷർ കയറി ഷുഗർ കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക ഐസിയുലാണ്ട അവസ്ഥയാണ്. കാരണം മൂപ്പർക്കാണ് മൊത്തം റിസ്ക്. അപ്പം നമ്മളിങ്ങനെ നമ്മൾ അപ്പോൾ ഒരു എന്താ പറയുക കാറൊക്കെ മാളിൻ്റെ ഉള്ളിൽ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് വിടുകയാണ് ഗീസ്. ഇങ്ങനെ ഒരു ഷോർട്ട് വഴിയുണ്ട്. അപ്പം നമ്മളെ മുന്നിലുള്ള ലാൻഡ്മാർക്ക് പോകുന്നിടത്തോട് തന്നെയാണ് ഗീസ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ പറത്തിച്ച് വിടാൻ, പിന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറ്റി വിടുകയാണ് ഗീസ്. ഏലെങ്ങനെയൊക്കെ വണ്ടി പോയി ഇങ്ങനെ കയറ്റി കത്തിച്ചായിട്ട് വിടുകയാണ് ഗീസ്. ഒന്നും നോക്കിക്കുന്നില്ല, പറക്ക തന്നെ. അങ്ങനെ കഴിച്ച് നമ്മളങ്ങനെ പുറത്ത് തിരിക്കുകയാണ്, ഇതിൻ്റെ പുറത്ത് തിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ കാർ എടുത്തിങ്ങാണ്ട് നമ്മളോട് ലാൻഡ്മാർക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് പോലെയോ. അപ്പോൾ ഞാൻ പറഞ്ഞു വടിയും വേണം. അങ്ങനെയാണ്. അപ്പോൾ ലാൻഡ്മാർക്ക് പറഞ്ഞു അത് ശരിയാവില്ല, ചായയും വടിയും കുടിക്കാനുള്ള നേരെല്ലാം അണ്ണനാണെന്ന് വിളിക്കുന്നുണ്ട്, വേഗം ചെല്ലണം പറഞ്ഞു. പിന്നിട്ടാണ് 2 ചായക്കുള്ള പൈസയുള്ളൂ, വടക്കുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞു ഞാനിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് കത്തിച്ച് വിട്ട് ഇവിടെ വരുമ്പോൾ വാങ്ങാറ്. അപ്പോൾ ഗൈസ് പോലീസ് കേസ് പോയി ഗൈസ്. പോലീസും അതാ വന്നിക്കണം. ഇനി ഒടുക്കത്തെ ചേച്ചിങ് ആണ് ഗൈസ്. പെട്ടാ പോയിട്ടോ മിഷൻ പൊളിയുപ്പോൾ വടയും ചായയൊക്കെ കുടിക്കുക, പിന്നെയും കുടിക്കുക. പക്ഷേ ഇത് പോയാൽ പിന്നെ വടയും ചായയും കുടിക്കാനുള്ള പൈസയും കൂടിയും കിട്ടൂല ഗൈസ്. അപ്പം പോലീസ് നമ്മളെ ബാക്ക് തന്നെ ഉണ്ട് ഗൈസ്. നമുക്കിപ്പോൾ പോലീസ് കേസ് അയക്കുകയാണ്. ഇപ്പോൾ 2 പോലീസ് കേസാണ് ഗൈസ്. മുകളിൽ ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ മിന്നുന്ന കാണാം. തട്ടി ഇനിയിപ്പോൾ പറത്തിച്ച് വിടണം, ജീവനും കൊണ്ട് പായണം, അല്ലെങ്കിൽ പണി പാളും ഗൈസ്. വണ്ടീൻ്റെ ബാക്ക് തന്നെ സൈലൻസറും എക്സോസിനും അങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ഏതായത് മോഡൽ എന്തേത്താണിത്. ഒന്ന് പറത്തിച്ച് വിടുമ്പോൾ ഉണ്ടാവും അടുത്ത വണ്ടി ഒന്ന് കുത്തുന്നത്. അപ്പോൾ നമ്മൾ പറത്തിച്ച് വിടുകയാണെങ്കിൽ ഏരിയയിൽ തന്നെ നിന്നാൽ ശരിയാവില്ല. ഈ ഏരിയ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ പോയാലേ നമുക്ക് ഈ സ്റ്റാറൊക്കെ ഒന്ന് പോയി കിട്ടും ഗൈസ്. അങ്ങനെ ഇപ്പം നമുക്ക് പ്രഷർ കയറിങ്ങാണ്ട് നമ്മൾ കണ്ണിൽ മുന്നിൽ കാണുന്ന എല്ലാ വണ്ടീനെയും ഇപ്പം നമ്മൾ തന്നെ ഇടിച്ചിരിക്കുകയാണ്. ബാക്കിലായിട്ടാണ് പോലീസുകാർ ചേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 സ്റ്റാർ നേരത്തെ മിന്നി നേരം പോകുന്നു വിചാരിച്ചത്, പോകുന്നില്ലായിരുന്നു പുല്ല്. മറ്റോ ലാൻഡ്മാർക്ക് എവിടെ കാണും കൂടിയില്ല. ലാൻഡ്മാർക്കൊക്കെ പറക്കുകയാണെന്ന് തോന്നുന്നു, കാണാനല്ല പരിസരത്ത് തന്നെ കാണുന്നില്ല. അപ്പോൾ ഗൈസ് ഇതിലിങ്ങനെ പോയാൽ മതി ഗൈസ്. നമ്മൾ ഇതിലെങ്കിലും പോകുമ്പോൾ ഒരു സെറ്റ് വഴി ഉണ്ടാവും. അപ്പം ഇതിലെങ്കിൽ അപ്പോൾ കണ്ണാക്കാൻ പോകുന്ന പോലെ വൈക്കൂടെയൊക്കെ എല്ലാവരും തട്ടിയിട്ട് പോവുകയാണ്. കാറ് 3 സ്റ്റാർ ആവുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോറൂം എത്താനായോ എന്ന് ചോദിച്ചാൽ ഇത് എത്തണമില്ല, എത്ര സ്പീഡിൽ പോയിട്ട് അവിടെ എത്തണില്ല ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളെ സ്റ്റാർ അങ്ങനെ അവസാനം പോയി ഗൈസ്, കഴിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് മനസ്സമാധാനമായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അടുത്തേക്ക് ലശൂടി പോയത്, ലശൂടിയല്ല വളവ്, ഈ കാണുന്ന വളവ് അടുത്തിരുന്ന ഷോറൂം അവിടെ എത്തി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഫൈനലി
വി ആർ റീച്ച്ഡ് എന്ന് പറയാനായില്ല. അതാ എത്തി ഇതാ ഈ വളവ് തുഷാരഗിരി എന്താ വളവ് വലിച്ചാടെ എത്തി കേസ്. അങ്ങനെ നമ്മൾ അവസാനം നമ്മളെ ഗാരേജിലെത്തി കേസ്. നിങ്ങൾക്ക് ഓർമ്മയില്ല ഈ ഗാരേജ് നമ്മൾ ഫസ്റ്റ് GTA വീഡിയോ ഇട്ടതും ഈ ഗാരേജിൽ നിന്ന് തന്നെയായി കേസ്. അപ്പം നമ്മൾ റോബ് ചെയ്ത് വന്ന 2 വണ്ടിയും നമ്മളങ്ങനെ ഇവിടെ എത്തിച്ചാണ്. നമ്മളെ ലാൻഡ്മാർക്ക് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പോയി കടന്നതിനോ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേസ് നമ്മളെ ചെക്കനില്ലേ മൈക്കിളിൻ്റെ മോന് കാറ് വാങ്ങാൻ വന്നിക്കണം, ആ മഞ്ഞ FJ ക്രൂസർ. ഈ മഞ്ഞ FJ ക്രൂസറാണ് രണ്ടാമത്തെ മിഷനിൽ നമ്മൾ കട്ടെടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ഇവൻ പറയണ എനിക്ക് ഈ കാറ് വേണം. അപ്പം നമ്മൾ പറഞ്ഞു എഴുതോ സുഖമില്ലാത്ത ചെങ്ങായിട്ടായിരിക്കും എന്തോ ഈ ബനോ കാറ് കൊടുക്കുമെന്നൊക്കെ പറയാണ്. അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടാകുകയാണ് ഗൈസ്. അപ്പോൾ മൊയിലാളിയും പറയുന്നു ഇവന് കാറൊന്നും കൊടുക്കൂല, ഇവന് മറ്റേ എന്താ 18 വയസ്സ് അതിൽ പ്രായപൂർത്തിയില്ല, അങ്ങനെയാണ് മാങ്ങാണ് തേങ്ങാണ് ചക്കാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഓൻ പറഞ്ഞ് അങ്ങനെയാണോ ആയിക്കോട്ടെ ഞാൻ ഡാഡിനെ വിളിച്ച് കൊണ്ടുവരാമെന്ന് ഓനും പറയുന്നു ഗൈസ്. അപ്പം മൊത്തത്തിൽ എന്താണ് പറയാണ്, ഓനൊന്നായിട്ട് പുച്ഛിച്ച് ഇൻസൾട്ട് ചെയ്ത് വിടുകയാണ് ഗൈസ്. എന്താ അവൻ്റെ മുഖം ഒന്നായിട്ട് വാടിപ്പോയി ഗൈസ്. അവൻ തടി മിശയെന്നില്ല തന്നെ ആൾക്കാരെങ്ങനെ പറയും. ഓൻ പറയാം എങ്ങനെ നീ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കണ്ട, ഇത് കളി മാറും. അങ്ങനെ ലാൻഡ്മാർക്ക് നമ്മളോട് പറയാം എന്തൊക്കെ പറയും ഡിക്കറിനോട് എന്താ പറയുന്നത്. അപ്പോൾ കേസ് നമ്മളെ ഫ്രാങ്ക്ലിൻ അങ്ങനെ പോവാണ് കേസ്. അപ്പോൾ നമ്മളെ 2 കാറ് നമ്മളിവിടെ എത്തിച്ചിരിക്കുകയാണ്. നമ്മളെ മുന്നോക്കി കാറിൻ്റെ ഏകദേശം തീരുമാനം അയക്കുന്നത്. അപ്പോൾ അതിന് എൻ്റെ 1 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് പണിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെ വൈറ്റ് ഡോഡ്ജ് സാധനം വന്നിരിക്കുകയാണ് കേസ്. ഇനി നമുക്ക് നമ്മളെ കാറിൽ കയറിയിട്ട് ഇവർ പറയുന്നത് നമുക്ക് നമ്മളെ പുരയിൽ പോകണമെന്ന്. അപ്പോൾ കേസ് നമ്മളെ പുരയിലേക്ക് പോവാണ് കാർ എടുത്ത് കഴിഞ്ഞിട്ട്. ഒടിഞ്ഞ് കിട്ടൂല, അതിൽ കിട്ടും ഓഫ് പോയി. ഇനിയിപ്പോൾ ഗോ ടു ഫ്രാങ്ക്ലിൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഹൗസിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ ലാൻഡ്മാർക്ക് നമ്മളോട് പറയാം ഫ്രാങ്ക്ലിനോട്, എന്നോട് ഞാൻ പറഞ്ഞല്ലോ വടയും ചായയും കുടിച്ചിട്ട് പോകാം, ഹോട്ടലിൽ കഴിഞ്ഞു പോയില്ലോ, ഇനിയിപ്പോൾ എന്താ അവിടെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാളെ ഏതായാലും പപ്സും ലൈമും കുടിക്കാന്ന് പറഞ്ഞു. ആ പപ്സും ലൈമും പറഞ്ഞാൽ വേറെ വൈബാണ് ഗൈസ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ സ്കൂളിലൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനല്ലേ കിടിലൻ സംഭവം തന്നെ. കാറും തട്ടി ഇതാണ് നമ്മളിങ്ങനെ പറഞ്ഞ് വരുമ്പോൾക്ക് പറഞ്ഞ മുൾമുനയിൽ എത്തുമ്പോൾ ഉണ്ടാവും കാർ ആടെയും പിടിയും തട്ടി. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കാറൊന്ന് ഗാരേജിൽ കയറ്റിയേക്കാം. ഗാരേജിക്ക് വെയിലൊന്നും കൊള്ളിക്കരുത്, നമ്മൾ പൊന്നുപോലെ കൊണ്ടെടുക്കണ കാറാണ്. അപ്പോൾ നമ്മൾ കാറ് നിർത്തി ഇനി നമുക്ക് വീട്ടിലേക്ക് വരാം ഗൈസ്. അപ്പം ലാൻഡ്മാർക്കിനോട് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഫ്രാങ്ക്ലിൻ അങ്ങനെ പറഞ്ഞു ഉള്ളിൽ കയറുകയാണ്. വടയും ചായയും മുട്ടയും പപ്സും ഒക്കെ നാളെ വാങ്ങി തരാമെന്ന് പറഞ്ഞു. അപ്പം ലാൻഡ്മാർക്ക് തെറ്റി പോവുകയാണ്, എന്തോ വാങ്ങി തിരിയില്ല, പറഞ്ഞ വാക്കിന് വരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തേത്താണ് ഈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ലാൻഡ്മാർക്ക് തെറ്റിപ്പോയി. കുഴപ്പമില്ല, നാളെ നമുക്കൊരു ജ്യൂസ് തന്നെ വാങ്ങിക്കൊടുക്കുക കൈസോന്. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി വരികയാണ്. കയറി വന്നപ്പോൾ ഉണ്ട് ഫ്രാങ്ക്ലിൻ്റെ അമ്മ ഇത്ര വയസ്സായിട്ടു. ഫ്രാങ്ക്ലിൻ്റെ അമ്മക്ക് ഇത്ര വയസ്സായി കൊച്ചു TV കണ്ടിരിക്കണം. എന്താ ചെയ്യുക, എന്താ പറയുക ഞാൻ എന്താ എനിക്കൊന്നും പറയാനില്ല ഈ അവസ്ഥത്തിൽ. ഫ്രാങ്ക്ലിന് മൊത്തത്തിൽ എന്താ പറയേണ്ടി. അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ റൂമിൽ വന്നതാണ്. ഫ്രാങ്ക്ലിന് അത്യാവശ്യം അടുക്കൊക്കെ ചട്ടിയും സംഭവം ഉണ്ടല്ലോ, വൃത്തിയുള്ളൊരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. വന്നപ്പോൾ തന്നെ സ്വന്തം ഷർട്ടൊക്കെ ഇതാ എടുത്ത് ഞാൻ ആങ്കറിലൊക്കെ ഇടുന്നു. ഞാനൊക്കെ ആങ്കറിലിട്ട് സ്വന്തമൊക്കെ ആങ്കറിലിട്ട് കാലം തന്നെ മറന്നു എനിക്ക് തോന്നുന്നു. അപ്പം എന്താ ചെയ്യുക, നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ സംഭവം. ഒന്ന് എന്താ പറയുക, ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു മിഷനൊക്കെ കഴിഞ്ഞല്ലേ. അങ്ങനെ ഗൈസ് നമ്മളെ മിഷൻ പാസ്സായി ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.